Hi guys, it's me Anshit from MS Solutions. Yes, ഈ ചോദ്യങ്ങളില്ലാത്ത ഓണപരീക്ഷയില്ല. ഓണപരീക്ഷയ്ക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങാം. ഈ ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സോ ഒന്നാം ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഡിഫൈൻ അയോണൈസേഷൻ എൻതാൽപ്പി. എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയോണീകരണ ഊർജ്ജം? ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുക. ഇവിടെ നോക്കൂ, നിങ്ങൾ എല്ലാവരും സോഡിയം നോക്കിക്കേ. എന്താണ് കോൺഫിഗറേഷൻ? 281 ആണ് അതിന്റെ കോൺഫിഗറേഷൻ. സോഡിയം ഒരു ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കിട്ടും? അവർക്ക് ഒക്ടറ്റ് അല്ലെങ്കിൽ അഷ്ടകം അവിടെ പൂർത്തിയാവും. ഇതുപോലെ ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് അയോണൈസേഷൻ എനർജി. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഇറ്റ് ഈസ് ദി എനർജി റിക്വയർഡ് ടു റിലീസ് ഇലക്ട്രോൺ ഫ്രം ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഓക്കെ, ഐസൊലേറ്റഡ് ആയ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ വേണ്ട എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് മോർ നെഗറ്റീവ് ദാൻ ഫ്ലൂറിൻ. പല പ്രാവശ്യം വന്നൊരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ രണ്ടുപേരും കോൺഫിഗറേഷൻ തന്നെ എഴുതി. ഇവിടെ ഫ്ലൂറിൻ ഉണ്ട്, ഇവിടെ ക്ലോറിൻ ഉണ്ട്. ഫ്ലൂറിന്റെയും ക്ലോറിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പർ 9 ആണ്, കോൺഫിഗറേഷൻ 27 ആണ്. ക്ലോറിൻ ആണെങ്കിലോ ആറ്റോമിക് നമ്പർ 17 ആണ്, കോൺഫിഗറേഷൻ 287 ആണ്. രണ്ടുപേരും ഇലക്ട്രോൺസിനെ വാങ്ങുമ്പോൾ അവിടെ എന്ത് കിട്ടും? അവർക്ക് ഒക്ടറ്റ് അല്ലെങ്കിൽ അഷ്ടകം അവിടെ പൂർത്തിയാവും. അങ്ങനെ ഒരു ആറ്റം ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ, സോ ഇനി ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാവരും. ഇവിടേക്കും ഇലക്ട്രോൺ വരുന്നു. ഫ്ലൂറിലേക്ക് ഇലക്ട്രോൺ വരുമ്പോൾ അതിന്റെ സെക്കൻഡ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് വരുന്നത്. അതിന്റെ സൈസ് വളരെ ചെറുതാണ്. സോ അവിടെ ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതലായിരിക്കും. ഇനി ഫ്ലൂറിലേക്കാണെങ്കിൽ മൂന്നാമത്തെ ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് വരുന്നത്. അവിടെ സൈസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. സോ അവിടെ റിപ്പൽഷൻ കുറയും. സോ നമ്മൾ എല്ലാവരും ഈ സെന്റൻസ് ആണ് എഴുതി വെക്കേണ്ടത് പരീക്ഷയ്ക്ക്. ദിസ് ഇസ് ബിക്കോസ് when electron is added to fluorine, ഫ്ലൂറിനിലേക്ക് ഇലക്ട്രോൺസ് വരുമ്പോൾ ഇറ്റ് എൻറ്റർ ഇൻ ടു സ്മോളർ സെക്കൻഡ് ഷെൽ, ചെറിയ രണ്ടാമത്തെ ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് വരും. ഡ്യൂ ടു സ്മോളർ സൈസ് ദ ഇലക്ട്രോൺ സഫേഴ്സ് മോർ റിപ്പൽഷൻ ഫ്രം അതർ ഇലക്ട്രോൺ. ചെറിയ സൈസ് ആയതുകൊണ്ട് അവിടേക്ക് ഇലക്ട്രോൺ വരുമ്പോൾ മറ്റുള്ള ഇലക്ട്രോൺസ് അവിടെ റിപ്പൽഷൻ കാണിക്കും. എന്നാൽ ബട്ട് ഫോർ ക്ലോറിൻ ആണെങ്കിലോ ഇത് ഇൻകമിങ് ഇലക്ട്രോൺ ഗോ ടു ദി ലാർജർ തേർഡ് ഷെൽ. വരുന്ന ഇലക്ട്രോൺ എങ്ങോട്ടേക്കാ പോകുന്നത്? സൈസ് കൂടിയ മൂന്നാമത്തെ ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് കയറി വരുന്നത്. ഓക്കെ, സോ ദ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഈസ് ലോ. ഇലക്ട്രോണിക് റിപ്പൽഷൻ അവിടെ കുറവാണ്. ഹെൻസ് ക്ലോറിൻ ആഡ് ഇലക്ട്രോൺ മോർ ഈസിലി ദാൻ ഫ്ലൂറിൻ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഫ്ലൂറിനെ കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ക്ലോറിൻ ഇലക്ട്രോൺസിനെ വാങ്ങാൻ കഴിയുന്നു. ഓക്കെ, സോ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ട്രിക്കുകളും കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ കോൺസെപ്റ്റുമായിട്ട് ഈ വരുന്ന ജൂലൈ 6 ശനിയാഴ്ച രാവിലെ കൃത്യം 10 മണിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നു. നമ്മുടെ സ്വന്തം MS സൊല്യൂഷൻ +1+2 യൂട്യൂബ് ചാനലിലൂടെ. ലൈവ് കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മൾ തന്നിട്ടില്ല ലിങ്കിൽ നിങ്ങൾ കയറി നോട്ടിഫൈ മീ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ലൈവിൽ കാണാം, ഒരുമിച്ച് പഠിക്കാം. Okay, thank you.